എലോറ ടൗണിൻ്റെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ഒക്കെ വീണ്ടും കാണാം. ഹായ്, അപ്പോൾ നമ്മുടെ എലോറ റാപ്പിഡ്സിലെ വെള്ളത്തിലെ ഫണ്ണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട എലോറ ഡൗൺ ടൗൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് രസമൊക്കെ ഉള്ള ഒരു പഴയ ചെറിയൊരു ടൗണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് നടന്ന് കണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിന്നറും കഴിക്കാമല്ലേ. അതേണ്ട ഇതാണ് എലോറ ടൗണ്. യൂറോപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതേണ്ട വിൻഡോ ഷോപ്പിംഗ് ഉള്ള കുറേ ഐറ്റംസ്, ഒരു അടിപൊളി പെയിന്റിങ് അല്ലടാ. അതാണ് പിങ്കിന്റെ ഫേവറേറ്റ്. ഒന്ന് വേവ് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട. നമ്മുടെ ഇവിടുത്തെ പോസ്റ്റൽ സർവീസ് ആണ് കേട്ടോ. അതറിയപ്പെടുന്നത് കാനഡ പോസ്റ്റ് എന്നാണ്. അതിൻ്റെ ഓഫീസാണിത് ഈ കാണുന്ന കെട്ടിടം. ഇത് ഒരു പബ്ലിക് ലൈബ്രറിയാണ് ഇവിടുത്തെ. നമ്മൾ പബ്ലിക് ലൈബ്രറിയിലാണ് കമ്പ്യൂട്ടറൊക്കെ ഇല്ലാത്തവർ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനും ഇമെയിൽ ആക്സസ് ചെയ്യാനും ഒക്കെ വരുന്നത്. അടിപൊളി ഒരു ത്രികോണം ഷേപ്പിലെ കെട്ടിടം. ഇതെന്നാ കെട്ടിടാടാ? ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോടാ നീനൂസേ? നല്ല രസമല്ലേ? റെസ്റ്റോറൻറ്റോ ബാറാ അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. ഹായ്, ബ്യൂട്ടിഫുൾ ഡേ ഫോർ ലഞ്ച് ഓൺ ദ പാറ്റിയോ. എന്നടാ ഏക്കരാസേ? Welcome to grandmas and grandpas house. Grandkids always welcome. Parents by appointment only. Yeah, he wants to go. അതിന്റെ ബോളൊക്കെ കണ്ടോ അവിടെ? ഓക്കെ, ചേട്ടാ നമ്മളിപ്പോൾ നടക്കുമ്പോൾ നോക്കിക്കോണം, ഈ ഒരു വില്ലേജും ഇതിൻ്റെ റോഡും ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ. എന്ത് രസമായിട്ടാണ് നോക്കിക്കുക. റോഡ് സൈഡ് ആലോചിക്കുക. ചേട്ടാ ഒരു സൈഡിൽ കൂടെ കാറ് പോകുന്ന ഒരു റോഡ് സൈഡ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതും ടൂറിസം മാപ്പിലൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു അങ്ങനെയൊന്നും അല്ലാത്ത ഒരു ചെറിയ വില്ലേജാണ്. എത്ര ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. റോഡ് സൈഡാ. കളർഫുൾ ആയിട്ടുള്ള ഒരു വീട് കണ്ടോ? ഇത് വീടാണോ? സ്റ്റുഡിയോ ആയാലേ ഗ്ലാസ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദേ ആർ ക്ലോസ്ഡ്. മറ്റേ അവിടെയും കണ്ടില്ലേ ബ്ലോൺ അവേ എന്ന് പറഞ്ഞ്? അത് മറ്റേ ആ നെറ്റ്ഫ്ലിക്സിലെ സീരീസിനകത്തുള്ള ആൾക്കാരുടെ ഇതാ ബ്ലോൺ അവേ. ഓ അവരുടെയാ? കെട്ടിടങ്ങളുടെ ഒക്കെ ആ ഒരു ഭംഗി എന്ത് രസമല്ലടാ നീനുസേ. എന്ത് രസമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. വേണ്ട കെട്ടിടങ്ങളിലൊക്കെ ഇവർ ഐവി കയറ്റി പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ? ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാമ്പ് കയറിയെന്ന് നോക്കിയാൽ മതി അല്ലേ. എന്തായാലും ആ അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ്. വലിയ തിരക്കൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ. ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിൽ വിൻഡോസിൽ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി. ഫാർമേഴ്സ് മാർക്കറ്റോ? ഓക്കെ. എന്ത് രസമല്ലേ ഇത്. ഇപ്പൊ നമ്മള് ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് കയറിയത്. ഇവിടെ എന്ത് രസമായിട്ട് അവർ എന്ത് ഓരോന്നൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും. എല്ലാ കടകളും ഒരേ രീതിയിലുള്ള കടകൾ കേട്ടോ. നോക്കി നീ കണ്ടോ? ഈ കടകളെല്ലാം ഒരേ രീതിയിലുള്ള കടകളാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നത്.
അത് തന്നെ ആ ഒരു സെറ്റപ്പ് ഏറ്റവും രസമാടാവേ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു മാർക്കറ്റാന്ന് പറയുമോ? എനിക്ക് വേണ്ട, നിങ്ങൾ ഒരെണ്ണം മേടിക്കാം, എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ബൈ വൺ. ഈ കടയിൽ നിന്നാണ് ആ സാധനം മേടിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് മോക്ക. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. അടിപൊളി അല്ലേടാ ജെയിൻ? എന്നാ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു. എങ്ങനെയാ നിങ്ങ? അടിപൊളിയാണോ? ക്യാൻവാസ് ഒക്കെ വിൽക്കാൻ വെച്ചേക്കണതാണോ അവിടെ? ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കണതാണോ വിൽക്കാൻ വെച്ചേക്കണതാണോ എന്ന് മൊത്തത്തിൽ സംശയമാണ്. എല്ലാം വിൽക്കാൻ വെച്ചേക്കണം കേട്ടോ. വാ, നീനൂസും പിങ്കിമോനും കൂടെ മറ്റെന്തോ മേടിക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് പോയി നോക്കുമ്പോൾ അറിയാം. വാട്ട്സ് ദാറ്റ് നീന? What did you buy? Donuts. Okay. Donuts for 5, just cinnamon and vanilla flavor. Okay. There, okay. അപ്പം ഡോനട്ട്സും ഇതും മേടിച്ച സ്ഥിതിക്ക് എന്നാൽ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയേക്കാം അല്ലേ? അതെ അതെ, കൊള്ളാം. നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഷുഗർ ഷാക്ക് കഫേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഫോർട്ട് കൊച്ചി പോയപ്പോഴത്തേക്ക് അവിടെ കാശീസ് ആർട്ട് കഫേ എന്ന് പറഞ്ഞുകൊണ്ടൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അത് ആ ഒരു അവിടെ പോയ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു വൈബ് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു വില്ലേജ് നിറയെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. മിനി ഡോണട്ട്സ്. സിനമൻ, ഷുഗർ ആൻഡ് സിനമൻ. സിനമൻ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടി. എങ്ങനെയുണ്ട് രുചി? ആണല്ലോ. ശരിക്കും ഈ ഒരു ടൗണിലേക്ക് വരാനും ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാനും ഞങ്ങൾ ഇട്ടത് എലോറ ബ്രൂയിങ് കമ്പനി എന്ന് പറയുന്ന ഒരു ചെറിയ ബാറും പരിപാടികളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് പോലെ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് റോഡ് സൈഡ് പാർക്കിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ എല്ലാം നടന്ന് കാണുന്നത് കേട്ടോ. ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നവർക്ക് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. വേണ്ട, എത്രമാത്രം നല്ല രസമായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം നോക്കിക്കോ. ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന പോലെ ഒരു വലിയ സ്ട്രീറ്റ് നിറയെ. അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഈ കടയിൽ നിന്നാണ് നമ്മൾ ഡോനട്ട് മേടിച്ചത്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന കസേരകളിൽ ഇരുന്ന് നമുക്ക് ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാം. അതോടൊപ്പം തന്നെ വേണ്ട ഇവിടെ ഇരുന്നാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ഇവര് തടിയിൽ ചെയ്തു വെച്ചേക്കുന്ന ആർട്ട് വർക്കുകളാന്ന് പറയാം. ഇതൊരു കരടിയാണ്. എന്ത് രസമല്ലേടാ? അതുകൊണ്ടല്ലോ മൊത്തം ആർട്ട് വർക്കുകളും പൂന്തോട്ടവും കൊണ്ടൊക്കെ അങ്ങ് നിറച്ചേക്കോ. എന്ത് ഐഡിയലാ അല്ലേ ഈ ഒരു വില്ലേജ്? വേണ്ട, ഈ കൊമ്പിന് ഇത്രയും വലുപ്പമുള്ള ആനിമൽ ഉണ്ടല്ലോ, ഇത് കാനഡയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിന്റെ പേര് മൂസ് എന്നാണ് കേട്ടോ. മൂസ്, ഇത് മൂസ്. ഒരു കിളിവാതൽ ഷോപ്പ് കണ്ടോ, എന്ത് ബ്യൂട്ടാന്ന് നോക്കിക്കേ. അവിടുന്ന് നമ്മുടെ നീനൂസും പിങ്കിമോനും എന്തായിട്ടൊക്കെ മേടിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. എടേ, എന്തുവാടാ മേടിക്കുന്നത്? വനില ഐസ്ക്രീമോ? എങ്ങനെയുണ്ട് ഐസ്ക്രീം? കൊള്ളാവോ? നമ്മൾ വീഡിയോ എടുക്കാം. സൂപ്പർ ആട്ടോ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഐസ്ക്രീമിന് ഈ രുചി അല്ലാതെ. ഇതെന്താ ഏരിയ? ഓ, അതുകൊണ്ടാ.
എടാ ഇത് നമ്മുടെ ഓട്ടോറിക്ഷ അല്ലേടാ? ആ തായ്ലൻഡിന്റെ ടുക്ടുക്കാ നമ്മുടെ ഓട്ടോറിക്ഷ അല്ലേ? നോക്കിക്ക് കൊള്ളാം. തായ്ലൻഡിന്റെ ടുക്ടുക്ക്. അമ്മച്ചിയുടെ ഫേവറേറ്റ് ഫ്ലവറാ. നോക്കിയ 2 കളറൊക്കെ ഉണ്ട് ഡിഫറെന്റ്. അത് മാത്രല്ല വേണ്ട, നിങ്ങൾ ആ യമഹയുടെ സ്പീക്കർ ഉണ്ടോ? ഈ ഒരു വില്ലേജിന്റെ എല്ലാ കോർണറിലും അതുപോലത്തെ സ്പീക്കർ വെച്ചിട്ട് നല്ലൊരു മ്യൂസിക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. കെട്ടിടങ്ങളെല്ലാം ആ പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് രസമാണെന്നറിയോ. എവിടെ നോക്കിയാലും ഹൈഡ്രാഞ്ചിയുടെ കളിയാ കേട്ടോ. ഹൈഡ്രാഞ്ചിയ. നിങ്ങൾ പറയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് അമ്മച്ചിക്ക് അങ്ങ് സന്തോഷമായല്ലേ. വീട്ടിൽ കൊണ്ട കുഴിച്ചു വെക്കാൻ വേണ്ടിട്ട് ഹൈഡ്രാഞ്ചിയ. ഇത് കണ്ടോ, പഴയ മ്യൂസിയത്തിന്റെ നമ്മളാ പോസ്റ്റ് ഓഫീസിന്റെ പറഞ്ഞ ആ ബിൽഡിംഗ് അത് കണ്ടോ. ഓ വാക്കിംഗ് ബ്രിഡ്ജ് അല്ലേ? വിക്ടോറിയ സ്ട്രീറ്റ് വാക്കിംഗ് ബ്രിഡ്ജ്. അപ്പോൾ വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ലായിരിക്കും. ഒരു ബ്രിഡ്ജ് നോക്കിക്കേ. ഇതെന്തോ ഒരു കെട്ടിടമാണല്ലോ. എന്ത് കെട്ടിടമാണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. മേപ്പിൾ ലീഫ് ഡയമണ്ട്സ് മൈൻഡ് ഇൻ കാനഡ. ഏതാണ്ട് ജ്വല്ലറി ഷോപ്പാണ് എൻ്റെ ആ ഒരു വില്ലേജിൻ്റെ സൈഡിൽ കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉണ്ടല്ലോ, മറ്റൊരു ആംഗിളിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ്. എന്ത് രസമാണെന്ന് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു. പിങ്കി മോൻ, എങ്ങനെയുണ്ട് ഈ ഒരു വില്ലേജ്? ഡു യു ലൈക്ക് ഇറ്റ്? അതെ, നമ്മുടെ മോഡേൺ ആലപ്പുഴ പോലെ ഇരിക്കും കേട്ടോ. എല്ലാ വീടിന്റെയും പുറകിൽ ഒരു ബോട്ടും ഒരു വള്ളം, ഫ്രണ്ടിൽ കാറും. സത്യം കേട്ടോ, മോഡേൺ ആലപ്പുഴ. നോക്കിക്കേ, 3 കിളി അവിടെ ഇരിക്കുന്നു. മമ്മ പപ്പ കിളി ഒരെണ്ണം അങ്ങോട്ട് പോയി. പക്ഷേ ഈ മൊത്തം കണ്ടോ, ഇതിൽ ലിസാർഡ് ഇത് കണ്ടോ, ഒത്തിരി സാധനങ്ങളുള്ള ട്രീ ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞത്. ഹോൾ മോഡേൺ ചെയ്തത്. അങ്ങനെ നമ്മൾ വേണ്ട എലോറാമിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആൻഡ് സ്പാ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ വന്നതാണ്. ഇത് ഭയങ്കര അടിപൊളിയെന്ന് നീനൂസ് വന്നപ്പോൾ പോലെ പറയണതാണ്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. നീനൂസ് സൈക്കിൾ കണ്ടോടാ? കൊള്ളാം അല്ലേ? 2 പേർക്ക് ഒരുമിച്ചിരുന്ന് ചവിട്ടിക്കൊണ്ട് വന്ന സെറ്റപ്പ്. വേണ്ട, ഈ എലോറാമിലിൻ്റെ സൈഡിലുള്ള ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിന് ടൂത്ത് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. വെള്ളം ഒഴുകി ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാവേ. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ? എന്നടാ പറഞ്ഞേ? മാസ്മരിക്കോ? കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ ആണല്ലോ. അത്രയ്ക്ക് സന്തോഷമായി. അങ്ങോട്ട് പോ. മറ്റൊരു ഐസ്ക്രീം കട കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ഒരു പ്രസൻറ്റേഷനൊക്കെ വേറെ ഒരു രീതിയിലാണ്. അപ്പം ഇവിടുന്നും കൂടെ ഒരു സ്കൂപ്പ് ട്രൈ ചെയ്തേക്കാന്നാണ് ഇവരുടെ അഭിപ്രായം. എന്തുവാണ് ഇതിന്റെ പ്രത്യേകത? ഇത് വാനില ബീൻ, പക്ഷെ ഇത് ഒറിജിനൽ ഐസ്ക്രീമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഐസ്ക്രീം മേക്കറിൽ നിന്ന് ഉണ്ടാക്കുന്ന. വീഡിയോ ഉള്ള നന്നായി
Authentic vanilla. Oh my god. Out of the world. കണ്ട ഈ എലോറ മിൽസ് എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലുണ്ടല്ലോ, ഇഷ്ടംപോലെ വെഡ്ഡിങ്സും പരിപാടികളൊക്കെ നടക്കുന്നതാണ്. അവിടെ എന്തോ കല്യാണം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ ഇറച്ചിയുടെ ചോട്ടിൽ ഇങ്ങനെ പൊടിയുണ്ട്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ അരണച്ചെടി. പക്ഷെ നമ്മുടെ അരണച്ചെടിയുടെ ചോട്ടിൽ പൊടിയുണ്ട്. നമ്മൾ കൊച്ചിലെ ഇത് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലടിക്കുമ്പോ ഇങ്ങനെ ടാറ്റു പോലെ വെള്ള പൊടി വരുന്നത്, അതാണ് അരണച്ചെടി. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ ഒരു വില്ലേജ് മൊത്തത്തിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സാധനം നോക്കി. നമ്മുടെ ആലപ്പുഴയൊക്കെ ഈ റേഞ്ചിൽ ഫുള്ളൊരു വില്ലേജ് ഇതുപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ട് ലോകോത്തരമല്ലേ അല്ലേ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വില്ലേജ് മൊത്തത്തിൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എത്ര രസമാണ് നോക്കിയേ. കുടുംബത്തിലെ കുരങ്ങ് കുഞ്ഞാരാൻ തെളിയിക്കുക. ഈ ഒരു കുഞ്ഞി കല്ലിന്റെ മുകളിൽ കയറാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ലെന്നാ പറയുന്നത്. മിനുസമുള്ള കല്ലാണ് കേട്ടോ. അവസാനം നമ്മുടെ നാട്ടുകാരുടെ മലയാളം മീഡിയത്തിന്റെ പവർ തെളിയിക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാ. ഇംഗ്ലീഷ് ഹൈവേ ലോക്സിന്റെ പല്ല് പൊളിയുന്ന കാരണം കണ്ടോ. ഈ കല്ലെ കയറാൻ ഇത് കയറില്ല പിന്നെ നമ്മൾ ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ. പിടിക്ക്. Oh, you gonna point up on him now? Okay. ഐസ്ക്രീം ഒക്കെ ആസ്വദിച്ചങ്ങ് ഇരിക്കുമെന്നാണല്ലോ അമ്മയും മോളും കൂടെ. ഞങ്ങൾക്ക് ഇതുപോലൊരു മുന്തിരിപ്പന്തലില്ലാതെ ഐസ്ക്രീം കഴിക്കാൻ പറ്റൂല. മുന്തിരിപ്പന്തൽ വേണം ഐസ്ക്രീം കഴിക്കാൻ. ചാപ്മാൻസിൽ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുന്തിരിപ്പന്തൽ വേണമെന്ന് പറഞ്ഞാലോ. വിട്ടുകൊടുക്കുന്നവരല്ല നമ്മൾ. ഹൈവേ ലോക്സുകാരന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളത് പിങ്കം കയറാൻ പോകല്ലേ. കയറ്, പിടിച്ചോ. ആ ഇവിടെ പിടിക്കേ. സോ യു ഹാവ് ദ ഗ്രിപ്പ്. പിടിച്ചോ. ഇനി വേറെ കാല ഗ്രിപ്പ് വേണ്ട, കയറിക്കോ. ഒറ്റ കയറ്റം. തെന്നുന്നതിന് മുമ്പ് അങ്ങ് കയറിക്കോണം. നീനുസ ഈ ഇത് കണ്ടോ പൂക്കള്, എന്ത് രസമല്ലേ. എന്നാ പൂക്കളാണോ ഇത്? മുള്ളല്ലേ ഇത്? അത് ശരിയാട്ടോ. അത് ഈ കൂർത്തിരിക്കണത് മുള്ളാട്ടോ. ഈ റൗണ്ട് ലീഫ് ഒരു ആമ്പലിന്റെ ഒക്കെ ടൈപ്പ് അല്ലേ, നല്ല രസമുണ്ട്. കാനഡിയൻ അപ്പൂപ്പൻ തടി ഉണ്ടോ ആൾക്കാരെ? പിടിക്കേ. ദിസ് ഈസ് കോൾഡ് അപ്പൂപ്പൻ താടി. അപ്പൂപ്പന്റെ താടിയാണോ? ശരിക്കും ഇതുപോലത്തെ ഒരു വില്ലേജ് ടൂറിസം ഇത്രയും ഹൈപ്പ് ഉള്ളത് നയാഗ്ര ഓൺ ദ ലേക്കാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കേട്ടോ. പക്ഷേ നയാഗ്ര ഓൺ ദ ലേക്കിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ എലോറ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയാഗ്ര ഓൺ ദ ലേക്കിൻ്റെ ആ ഒരു തിരക്കുമില്ല, എന്നാൽ ആ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളി. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ എലോറ എന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വില്ലേജ് ടൂറിസത്തിനെ കുറിച്ചുള്ളതും അല്ലെ ആ ഒരു എലോറ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുന്ന വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതേ പറഞ്ഞ പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോസ് ഇറങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു ലൈക്കോ കമൻറ്റോ ഒക്കെ ഇട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ബൈ.